1989 സമസ്ത കേരള ജമിയത്തുൽ ഉലമയിൽ ചില പ്രത്യേകമായൊരു ഘട്ടത്തിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ എല്ലാത്തിനെയും സമസ്ത തരണം ചെയ്ത് മുന്നോട്ട് പോകും. ഇന്നിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത് അതിന് കാരണക്കാരനായ പ്രിയപ്പെട്ട കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമയെ ഓർത്ത് വിതുമ്പുന്ന ഒരു കാഴ്ചയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് സംഭവിച്ചു പോയ ഒരു കാര്യത്തെക്കുറിച്ചുള്ള പശ്ചാത്താപ വിവശത കൊണ്ടായിരിക്കാം അദ്ദേഹം കരഞ്ഞത്. ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, ഓണപ്പള്ളി മുഹമ്മദ് ഫൈസിയുടെ ഒരു പ്രസംഗത്തിലെ ഒരു ഭാഗം കേൾക്കാനിടയായി. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ശംസുൽ ഉലമയെ ഓർത്ത് കരഞ്ഞ ആ സംഭവമാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് സംഭവിച്ചു പോയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടുള്ള പാശ്ചാത്തല വിവശത കൊണ്ടായിരിക്കാം അദ്ദേഹം കരഞ്ഞത്. എങ്ങനെയാണ് ഇയാൾക്ക് ഇങ്ങനെ പറയാൻ കഴിയുന്നത് എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ആ വീഡിയോയിൽ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഭിന്നിപ്പിച്ചത്? വളരെ വേദനയോടുകൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ആരൊക്കെയോ ചെയ്തതായിരുന്നു ആ ഭിന്നിപ്പ്. ഇവിടെ ഇദ്ദേഹം വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനുള്ള മറുപടി റഹ്മത്തുള്ള ഖാസി മൂത്തേടൻ തന്നെ പറയുന്നത് എൻ്റെ അടുത്തുണ്ട്. അത് ഞാൻ കേൾപ്പിച്ചേരായിട്ട്. പക്ഷെ അതിനും നമ്മളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയുക മാത്രമല്ല ചെയ്യുന്നത്. ചില സഹോദരന്മാരെങ്കിലും അതൊക്കെ ഒരു ബാഹ്യ ഇടപെടലാണെന്ന് പറയുമ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് അതിലെ കുറ്റക്കാരായി പിന്നെ ആരാണ് വരേണ്ടത്? ഞാൻ മനസ്സിലാക്കിയ മഹാന്മാരായ ഉലമാക്കൾ, മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമയാകട്ടെ, കണ്ണീത്ത് ഉസ്താദാകട്ടെ, കെ ടി മാനു മുസ്ലിയാരാകട്ടെ, ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഈ ഹോസ്റ്റലിൽ നിന്ന് നമ്മൾ ഈ ഹാളിലേക്ക് കടന്നാൽ അവിടെ ഒരു പേര് എഴുതി വെച്ചിട്ടുണ്ട്, മഹാനായ നാട്ടിക വി മുസ മുസ്ലിയാർ നബറല്ലാഹു മറാഖിദും. അവരൊക്കെ പൂർണ്ണമായ ഇഖ്ലാസോടെ പരലോക ചിന്ത മാത്രം ലാക്കാക്കി ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഒരു ബാഹ്യ ഇടപെടലും അതിനൊന്നും വിധേയമാകാൻ കഴിയാത്ത വിധം ശക്തമായ ഇസ്ലാമിക ഇഖ്ലാസ് നിലനിർത്തിയ മഹാരഥന്മാരായിരുന്നു. അവരെയൊന്നും സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായ അജണ്ടകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ബാഹ്യമായിട്ടുള്ള പ്രേരണകളോ അവർ വിധേയമായി എന്ന് പറയുന്നത് പോലും നാം അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുക. ആ രീതിയിൽ ഇവിടെ അത്തരത്തിലുള്ള നേതാക്കന്മാര് ഇവിടെ ബാഹ്യ ഇടപെടലിനോ അതുപോലെ തന്നെ അത്തരത്തിലുള്ള പ്രവണതക്കൊന്നും വിധേയമായിട്ടില്ലെന്നാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. അവര് പൂർണ്ണമായിട്ട് ഇഖ്ലാസ് ഉള്ളവരാണ്, പരലോക ചിന്തയുള്ളവരാണ് എന്നൊക്കെ അദ്ദേഹം ഇവിടെ പറഞ്ഞു വരുന്നത്. സമസ്ത EK വിഭാഗം ലീഗിന്റെ വാരുമേനെന്ന് പൊതുവെ പറയാറുണ്ടല്ലോ. അതെന്തുകൊണ്ടാണ്? ഞാൻ ചോദിക്കട്ടെ, ഈ സമസ്ത EK വിഭാഗത്തിന്റെ അധിക പരിപാടിയിലും എന്തുകൊണ്ടാണ് ഈ ലീഗുകാർ മാത്രം പങ്കെടുക്കുന്നത്? എന്നിട്ട് രാഷ്ട്രീയക്കാർ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നാണോ ഇദ്ദേഹം പറഞ്ഞു വരുന്നത്? ശംസുൽ ഉലമയും അതുപോലെ തന്നെ AP ഉസ്താദും ഭിന്നിച്ച കാര്യങ്ങൾ എന്തായിരുന്നു അതിനുള്ള കാര്യം എന്നുള്ളത് വ്യക്തമായി റഹ്മത്തുള്ള ഖാസി മൂത്തേടം ഇവിടെ പറയുന്നുണ്ട്. റഹ്മത്തുള്ള ഖാസി മൂത്തേടം ആരാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നാവും. ഇവിടെ ലീഗിന്റെ വേദികളിലെ ഒരു പ്രഭാഷകരായിരുന്നു. EK വിഭാഗത്തിന്റെ ഒരു മുഖ്യ പ്രഭാഷകൻ തന്നെ അദ്ദേഹമാണ് ഈ പറയുന്നത്. അദ്ദേഹം ഒരുപാട് കാലം AP ഉസ്താദിനെതിരെ പ്രസംഗിച്ചു നടന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അദ്ദേഹം പറയാണ്, നമുക്ക് നിങ്ങൾ പറയുന്നത് വളരെ വ്യക്തമാണ്, അതിലെല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. കാന്തപുരം ഉസ്താദ് പറഞ്ഞതാണ് ശരിയെന്ന് 100% നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത്. അവസാനം കിട്ടും ഭാഷകളെ. പിന്നെ ബദരീങ്ങൾക്ക് ഒരു യാസീൻ മതി പറഞ്ഞാണ്ട് പിരിഞ്ഞ് ജനം കൂടൂല. കാരണം എന്ത് മറുപടി അറിയാൻ കഴിഞ്ഞില്ല. ശിർക്കിന്റെ നിർവചനം എന്താണെന്ന് പറയാനുള്ള കഴിഞ്ഞില്ല. ഇത് ഇവിടുത്തെ രാഷ്ട്രീയ ലോബിയെ ചൊടിപ്പിച്ചു. നീ പറയണ കുറച്ചുകൂടി ആളുകൾക്ക് ഇഷ്ടമുണ്ടാവില്ല. അതിന് എനിക്ക് നിങ്ങളായി പേടില്ല. ഇവിടെ കുറച്ച് രാഷ്ട്രീയ ലോബിക്കതാണ് പിടിച്ചില്ല. കാരണം വഹാബി തകരുന്നത് അവർക്ക് സഹിക്കാൻ കഴിയില്ല. കാരണം അവരുണ്ടാക്കിയത് ഐക്യസംഘം ഉണ്ടാക്കിയ ആളെന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ഉണ്ടാക്കിയത്. അതിലൊന്നും എഴുതപ്പുറങ്ങൾ വായിക്കരുത്. സത്യമാണല്ലോ. ഇപ്പൊ നമുക്ക് കുറച്ച് ആളുകൾക്ക് കച്ചവടം തീരാത്തതുകൊണ്ട് രാത്രിയാകുന്ന ഇഷ്ടമില്ലെങ്കിലും രാത്രി ആയിട്ടുണ്ടല്ലോ. ഇനി ഇത് മാത്രമല്ല, ഒന്നുകൂടെ വ്യക്തമായിട്ട് അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ ഭിന്നിപ്പ് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് വരെ അദ്ദേഹം ഇവിടെ വ്യക്തമായിട്ട് പറയാം. പോലെ ഞാൻ പറയാം, വഹാബികൾ തകർന്നത് രാഷ്ട്രീയക്കാർക്ക് സഹിച്ചില്ല. 982 ശേഷം അവർ കളി തുടങ്ങി. ആ കളിയിൽ 984-85 ആയപ്പോഴത്തേന് മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമയെയും AP അബൂബക്കർ മുസ്ലിയാരെയും തെറ്റിച്ചു. ഇതാണ് സത്യം. ആരാണ് തെറ്റിച്ചത്? ചന്ദ്രിക ദിനപത്രം. ആരാണ് ഉണ്ടാക്കിയത്? ചന്ദ്രിക ദിനപത്രം. അതങ്ങനെയാണ്. ഒരു വസ്തുത പറയാണ്. ഇതൊന്നും ആരെയും കുറ്റല്ല, നേര് പറയാം. തകർന്നു. സുന്നികൾ രണ്ടായി. 980-85 ശേഷം വഹാബികളെ പ്രതിരോധിക്കുന്ന പണി നമ്മൾ നിർത്തി. നമ്മൾ തമ്മിൽ ചീത്ത പറയുന്നു. അതിനിടയിൽ അവർ വളർന്നു. നമ്മുടെ ലക്ഷ്യം നമ്മൾ മറന്നു. പണ്ട് പാണക്കാട്ട് വഹാബികൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പാണക്കാട്ട് തങ്ങന്മാരുടെ കൂട്ടത്തിലും വഹാബികൾ കയറിക്കൂടി. ഏതൊരാൾക്കെതിരെയാണോ സമസ്ത ഉണ്ടാക്കിയത് അയാളുടെ ജീവചരിത്രം പാണക്കാട്ട് തങ്ങൾ പ്രകാശനം ചെയ്യാൻ പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ ദുരന്തം എന്താണ് സമസ്തക്കാര ഉള്ളത്? നിനക്ക് എന്ത് അഭിമാനം 100-ാം വാർഷികം നടത്താൻ? ഇത്ര അധോഗതി 980 വരെ ഉണ്ടായിട്ടില്ല. ഇതിനപ്പുറം പറഞ്ഞാൽ നമ്മൾ
കേട്ടില്ലേ അദ്ദേഹം പറയുന്നത്? ഇനി ഇത് മാത്രമല്ല, കുറച്ചും കൂടി പറയുന്നുണ്ട്, ഞാൻ കേൾപ്പിക്കത്. ഇവിടെ ആരാണ് ഭിന്നിപ്പിച്ചത് എന്നും ബാഹ്യ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ ഇവിടെ വ്യക്തമാക്കണം അദ്ദേഹം. ഇവിടെ ഒരു പത്രത്തിന്റെ പേരൊക്കെ ഇവിടെ അദ്ദേഹം പറയുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞതെന്നല്ല. ഇനി പാണക്കാട് കുടുംബത്തിൽ വരെ വഹാബികളുണ്ട് എന്നും ഇവിടെ അദ്ദേഹം പറയാണ്. ഈ നിങ്ങൾ ഓണംപള്ളി മുഹമ്മദ് ഫൈസി ഇദ്ദേഹത്തിനാണ് വ്യക്തമായിട്ട് മറുപടി കൊടുക്കേണ്ടത്. കാരണം നിങ്ങൾ ഒപ്പം ഉണ്ടായിരുന്ന ആളാണല്ലോ, ഇദ്ദേഹത്തിന് അറിയാലോ കാര്യങ്ങൾ, അല്ലേ? കൂടുതൽ പറയണ്ട, ഇതൊന്നുമല്ല വിഷയം. ഇതിനൊക്കെ പറഞ്ഞു നമ്മൾ രണ്ടുപേരും തെറ്റിച്ചു. ആരാ തെറ്റിച്ചത്? രാഷ്ട്രീയക്കാർ. രാഷ്ട്രീയക്കാരെന്നാൽ വഹാബികൾ. അവരെ നന്നാക്കിയെടുക്കാൻ കഴിയൂല, കഴിയേയില്ല, ഒരിക്കലും കഴിയില്ല. ആ ദുരന്തം നമ്മൾ അനുഭവിക്കാം. ഇതൊന്നുമല്ല പറയാനുള്ളത്, ഇതിനപ്പുറം പറയാനുണ്ട്. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ പർപ്പസ്, ബേസിക് പർപ്പസ് അതെന്താണ്? അതിന്മേൽ പണിയെടുക്കാൻ 1980 ശേഷം സമസ്തക്ക്, 80-കൾ അതായത് 85-ന് ശേഷം സമസ്തക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? തമ്മിൽ തല്ലിച്ചു. അപ്പൊ യഥാർത്ഥ ലക്ഷ്യത്തിൽ പണിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. പിന്നെ നമ്മളൊപ്പം കൂടിയ ആളുകൾ നമുക്ക് ആത്മാർത്ഥമായി പണിയെടുക്കാൻ അവർക്ക് ഇഷ്ടമില്ല. ഇങ്ങനെയൊക്കെയാണ് സംഭവം ഉണ്ടായത് 1985-ന് ശേഷം. അപ്പൊ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? എന്തിനാണ് സമസ്ത ഉണ്ടാക്കിയത്? ആ ലക്ഷ്യം തന്നെ അവിടെ നടക്കണില്ല, എല്ലാം നിന്നു പോയതായിരുന്നു. പിന്നെ 89-ന് ശേഷം പുനർസംഘടനയ്ക്ക് ശേഷമാണ് പുതിയൊരു ഉദയം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് വഹാബികൾക്കെതിരെ, മൗദൂദികൾക്കെതിരെയൊക്കെ AP ഉസ്താദിന്റെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാകുന്നത്. എന്നും അൽഹംദുലില്ലാ അതിന്റെ പ്രവർത്തനങ്ങളാണ് നാടൊട്ടാകെ നമ്മൾ കാണുന്നത്. സമസ്തയുടെ 100-ാം വാർഷികത്തിന്റെ ഈ സന്തോഷത്തിന്റെ വേളയിൽ നമ്മളും അത് പലതും കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ചില ആളുകളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പണ്ഡിത തലയെക്കെട്ടുകാർ രംഗത്തിറങ്ങിയിട്ട് ഇല്ലാത്ത വസ്തുതകൾ ആരോപിക്കുമ്പോൾ വേദന തോന്നിപ്പോവാണ് എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്.